നന്നായി കാറ്റടിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നന്നായി കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇപ്പോൾ നോർമലി നമുക്ക് വീഡിയോയിൽ റെക്കോർഡാകുന്നുണ്ട്. ഓക്കെ, കാറ്റടിക്കുന്നതിൻ്റെ സൗണ്ട്. ഓക്കെ, നിങ്ങളൊക്കെ ഓടി വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ ചെരുപ്പിൻ്റെയൊക്കെ സൗണ്ട് എത്രത്തോളം ഉണ്ട്? ചെരുപ്പിൻ്റെ സൗണ്ട്. ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആണ്, നോയ്സ് ക്യാൻസലേഷൻ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വാട്ടർമാർക്കും ഇല്ലാതെ ഒരു പൈസയും നമ്മൾ പെയ്ഡ് ചെയ്യാതെ നല്ലൊരു എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബ് ക്രിയേറ്റ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഒരു പൈസയും കൊടുക്കേണ്ട, ഒരു വാട്ടർമാർക്കും വരില്ല. എഡിറ്റിംഗ് ഫീച്ചർ ആണെങ്കിലോ ഒട്ടനവധി തന്നെയുണ്ട്. ഇതിപ്പോ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ കിട്ടുന്നുണ്ട്. iOS ആയിട്ടുള്ള ആപ്പിളിന്റെ ഫോണുകളിൽ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക, ഫോണിലാണ് ഉപയോഗിക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിലൂടെ മുഖ്യമായിട്ട് പറയുന്നത് നോയ്സ് ക്യാൻസലേഷൻ ആണ്. എങ്ങനെ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാം. ഇത് അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. നോയ്സ് വളരെയധികം ക്യാൻസലേഷൻ ചെയ്ത് നമുക്ക് നല്ലൊരു വീഡിയോ ആണ് ഇതിൽ നമുക്ക് എഡിറ്റിംഗ് പർപ്പസോട് കൂടിയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും YT ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇത്തരത്തിൽ കാണുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആണ്. നമ്മൾ ഓൾറെഡി എഡിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഇവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതുതായിട്ട് വീഡിയോ ഇതിലോട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു എഡിറ്റിംഗ് ആപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്ലസ് എന്നുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് തികച്ചും ബിഗിനർ ആയിട്ടുള്ളവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയാത്തവർക്ക് അടക്കം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു എൻ്റെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുക്കണം കേട്ടോ, ഒരു വീഡിയോ എടുക്കുകയാണ്. ഓക്കെ, എടുത്ത ശേഷം ഇമ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യണം. ഒന്നോ രണ്ടോ നിങ്ങളുടെ എത്ര ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടി ഇത്തരത്തിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 1%, 6% ഇങ്ങനെ ഇമ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ട് ആയ ശേഷം നമുക്ക് എഡിറ്റിംഗ് ആപ്പിൽ നല്ല രീതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എഡിറ്റിംഗ് അറിയില്ല എന്ന് വിചാരിച്ച് ഇനി നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയുള്ള ടിപ്സ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, വേറൊരു എഡിറ്റിംഗ് ആപ്പിന് ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല. ഏതൊരു സോഷ്യൽ മീഡിയയിലേക്കും നിങ്ങൾക്ക് വീഡിയോസ് ഇട്ടുകൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. യാതൊരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ വീഡിയോ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇത്തരത്തിൽ വീഡിയോ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റേഷ്യോ സെലക്ട് ചെയ്യേണ്ടതാണ്. ഏത് റേഷ്യോ ആണ്? നിങ്ങൾ ഷോർട്സ് ആണെങ്കിൽ ഷോർട്സിന്റെ റേഷ്യോ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ലോങ് ആണെങ്കിൽ അതല്ല, നിങ്ങൾ ഷോർട്സ് അല്ല അതല്ലാത്ത വീഡിയോസ് എങ്ങനെയാണ്, ഇൻസ്റ്റാഗ്രാമിലോട്ടുള്ള വീഡിയോസ് എങ്ങനെയാണ്, അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഉണ്ട് എക്സ്പെക്ട് റേഷ്യോ എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 16:9, 9:16, 1:1. ആ 1:1 എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ വേണം ചെയ്യാം. 9:16 എന്നുള്ളത് അത് നമ്മുടെ ഷോർട്സ് വീഡിയോ ആണ്. 16:9 എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് വീഡിയോ. ഓക്കെ, ലോങ് വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആ 16:9 തന്നെയാണ് കേട്ടോ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുണ്ടോ? ഓക്കെ, അത് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് ചെയ്ത ശേഷം സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എപ്പോഴും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കേട്ടുകൊണ്ടാണ്. നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ വോയിസിന്റെ ചിഹ്നം. ഈ വോയിസിന്റെ ചിഹ്നം ഇത്തരത്തിൽ കേട്ടുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക അല്ലെ. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഇതിലൊരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ചില സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ എൻ്റെ ഒരു വീഡിയോ ഇത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ നിലവിളിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നോയ്സ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് തന്നെ. അങ്ങനെ എണിച്ചു പോയിട്ട് കുട്ടികളെ എന്ത് ചെയ്യും, ഒന്നും മിണ്ടാണ്ടിരിക്കും, ഇപ്പൊ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പറയാൻ വേണ്ടി പോണ ടൈമിൽ ഇവിടെ വീഡിയോ റെക്കോർഡ് ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഇവിടെ ഈ ഒരു ചിഹ്നം ഉണ്ടാവില്ല. ഇവിടെ കണ്ടോ വോയിസിന്റെ ചിഹ്നം ഇവിടെ ഉണ്ടാവില്ല. കാരണം അതിൽ വോയിസ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അവിടെ പോയിട്ട് വരുന്ന ആ ഒരു അത്രയും സമയം ഇവിടെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു റെക്കോർഡ് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ ഭാഗം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും ഇതിൽ. കാരണം ഈ വോയിസ് ഓവർ കൊടുത്ത ഈ ചിഹ്നം കണ്ടോ, ഈ ഒരു ചിഹ്നമൊക്കെ വോയിസ് ഓവർ ഉള്ള ഭാഗമാണ്. അപ്പൊ ഞാൻ വോയിസ് ഓവർ ഇല്ലാത്ത ഭാഗമാണെങ്കിൽ, ഇതിൽ വോയിസ് ഓവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വോയിസ് ഓവറിന്റെ ആ ഗ്രാഫ് ഇവിടെ ഉണ്ടാവില്ല. ഈ ഗ്രാഫ് കണ്ടോ, ഇവിടെ ഇടയിലൊന്നും ഇല്ല. ഈ ഇടയിൽ എന്താണ് ഞാൻ വോയിസ് ഓവർ ഒന്നും മിണ്ടാണ്ടിരുന്ന ഭാഗമാണ്. അപ്പൊ നമുക്ക് ഇത് നോക്കിയ ശേഷം ഇവിടെ നമുക്ക് കേട്ടുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് ഒരു ബൾക്കായിട്ടുള്ളതൊക്കെ ഒരു എഡിറ്റിംഗ്
പെട്ടെന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് എഡിറ്റിംഗ് സിമ്പിൾ ആക്കാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നോയ്സ് റിഡക്ഷൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നന്നായി കാറ്റടിക്കുന്നുണ്ട്, കണ്ടോ ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നന്നായി കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സൗണ്ട് ഇപ്പൊ നോർമലി നമുക്ക് വീഡിയോയില് റെക്കോർഡ് ആകുന്നുണ്ട്. ഓക്കെ, കാറ്റടിക്കുന്നതിന്റെ സൗണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓടി വരുന്നുണ്ടല്ലോ, നിങ്ങളുടെ ചെരുപ്പിന്റെ ഒക്കെ സൗണ്ട് എത്രത്തോളം ഉണ്ട്. ചെരുപ്പിന്റെ സൗണ്ട്. ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആണ്, നോയ്സ് ക്യാൻസലേഷൻ. ഓക്കെ ഡൺ. ഓക്കെ, അത് വണ്ടി പോയി. ഇങ്ങോട്ട് നായിന്റെ അവിടെ ഇങ്ങോട്ട് വാ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ വണ്ടിയുടെ നോയ്സ് ക്യാൻസലേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് വാ, വണ്ടി പോട്ടെ. ഇങ്ങോട്ട് വാ, മാറി നിൽക്ക്. കണ്ടാ വണ്ടി പോയില്ലേ. ഓക്കെ, അപ്പൊ ഈ വണ്ടി പോയതിന്റെ നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് മൊത്തം ഇതിൽ നോയ്സ് ഉണ്ട്. അപ്പൊ ഇത് ക്യാൻസലേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഒരു എഡിറ്റിംഗിൽ തന്നെ ഇവിടെ ഒരു ടൂൾസ് ഉണ്ട്. ആദ്യം ഞാൻ നോയ്സ് ക്യാൻസലേഷൻ പറഞ്ഞിട്ട് ബാക്കി ടൂൾസിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ കണ്ടോ ഓഡിയോ ക്ലീനപ്പ്, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ ഒരു ഓഡിയോ ക്ലീനപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഈ ഒരു സ്റ്റാർ ഇത്തരത്തിൽ വന്നിട്ട് ആ ഒരു ലൈൻ ഇങ്ങനെ മുകളിലോട്ട് അത് എഡിറ്റിംഗ് നടന്ന ആ ഒരു ക്ലീനപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ക്ലീനപ്പിന്റെ പ്രൊസീജിയർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലുള്ള നോയ്സ് ഒക്കെ കംപ്ലീറ്റ്ലി പോയിട്ട് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരും എങ്ങനെയാണെന്ന്. ഇനി നിങ്ങൾ കേട്ട് നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്, നിങ്ങൾ കേൾക്കാൻ വേണ്ടി. ആദ്യത്തെ വീഡിയോ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടി കേൾപ്പിച്ചു തരാം, നോയ്സ് ക്യാൻസലേഷൻ ചെയ്ത ശേഷം കേട്ടോ. നന്നായി കാറ്റടിക്കുന്നുണ്ട്, കണ്ടോ ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നന്നായി കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സൗണ്ട് ഇപ്പൊ നോർമലി നമുക്ക് വീഡിയോയില് റെക്കോർഡ് ആകുന്നുണ്ട്. ഓക്കെ, കാറ്റടിക്കുന്നതിന്റെ സൗണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓടി വരുന്നുണ്ടല്ലോ, നിങ്ങളുടെ ചെരുപ്പിന്റെ ഒക്കെ സൗണ്ട് എത്രത്തോളം ഉണ്ട്. ചെരുപ്പിന്റെ സൗണ്ട്. ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആണ്, നോയ്സ് ക്യാൻസലേഷൻ. ഓക്കെ ഡൺ. ഓക്കെ, അത് വണ്ടി പോയി. ഇങ്ങോട്ട് നായിന്റെ അവിടെ ഇങ്ങോട്ട് വാ. ഓക്കെ. അപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ വണ്ടിയുടെ നോയ്സ് ക്യാൻസലേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് വാ, വണ്ടി പോട്ടെ. ഇങ്ങോട്ട് വാ, മാറി നിൽക്ക്. കണ്ടാ വണ്ടി പോയില്ലേ. അപ്പൊ ഇതിന്റെ നോയ്സില് നോക്കൂ, നിങ്ങൾക്ക് ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു തന്നു. എനിക്ക് വളരെയധികം സന്തോഷമായി. എന്താന്ന് വെച്ചാല് നോയ്സ് ഒരു തൈര്, എന്റെ കുട്ടികൾ ചെരുപ്പിട്ടിട്ട് ആ ഒരതിയിട്ടുള്ള സൗണ്ട് അതൊന്നുമില്ല. ആ കാറ്റ് വീശിട്ട് പറഞ്ഞാൽ ആ കാറ്റ് ബൂം എന്നുള്ള സൗണ്ട് അതുമില്ല. ആ വണ്ടി അടുത്ത് കൂടെ പോയിട്ട് ഒരു നോയ്സും ഇല്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, വീഡിയോ എഡിറ്റിംഗ് ഇപ്പൊ ഔട്ട്ഡോർ ഒക്കെ പോയിട്ട് ചെയ്യുന്നവരും ഒരുപാട് പേര് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നോയ്സ് ഒക്കെ ആയിട്ട് ഇത് ഞാൻ എന്റെ വോയിസ് ഒന്നും കേൾക്കുന്നില്ല. നല്ലൊരു മൈക്കൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ഈ മൈക്കിന്ന്, ഞാൻ അതിൽ ആ ഫോണിൽ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഫോണിന്റെ തന്നെ റെക്കോർഡാണ്. മൈക്കും കൂടി ഉപയോഗിച്ചാൽ അതിലും ക്ലാരിറ്റി ആവും. അപ്പോൾ ഇത്തരത്തിലുള്ള മൈക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണമെങ്കിൽ. നല്ലൊരു മൈക്കാണിത്, കുറേ ഞാൻ യൂസ് ചെയ്യുന്നു, നല്ല മൈക്കാണ്. ഓക്കെ, അത് വയർലെസ് മൈക്കാണ്, മെയിനായിട്ട് വയറൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നല്ല ഡിസ്റ്റൻസിലൊക്കെ സംസാരിക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി മൈക്കാണ് കേട്ടോ. അപ്പൊ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, അത് ബൈ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ നിങ്ങൾ കേട്ടല്ലോ, ഇപ്പോൾ വളരെയധികം ആശ്ചര്യപ്പെട്ടു എന്നുള്ളതാണ്. നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിയിൽ തന്നെ ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിന്റെ മാത്രമാണ് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിനെന്താ വെച്ചാൽ ഇവിടെ സ്പ്ലിറ്റ് ഉണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു പാർട്ടിന് മാത്രം നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ വെച്ചാൽ കുറച്ച് പേർക്ക് അറിയാത്തതൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ വീഡിയോ ചുരുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിൽ ചുരുക്കാം. ഓക്കെ, നിങ്ങളുടെ വീഡിയോനെ ചുരുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചുരുക്കാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതായത് ഇത്തരത്തിൽ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ ഓക്കെ ഇത്തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞാൻ ഇത് സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത്തരം സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഈ രണ്ട് പാർട്ടായാലോ. സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഡിലീറ്റ്, ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു പാർട്ട് നമ്മൾ സെലക്ട് ചെയ്തു, എന്നതിന് ഡിലീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോയി, ആ പാർട്ട് പോയി. ഇനി അടുത്ത പാർട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ്. പിന്നെ ഫിൽറ്റേഴ്സ്, അതിലിപ്പോ നമ്മൾ ഈ ഒരു പാർട്ടിൽ തന്നെ ഫിൽറ്റർ കൊടുക്കണം. ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിലാണ് നമ്മൾ വെച്ചാൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത ശേഷം ആ പാർട്ടിനെ സെലക്ട് ചെയ്ത ശേഷം ഫിൽറ്റേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കണ്ടോ ഇത്തരത്തിൽ കളർ ചേഞ്ചസ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നുവെച്ചാൽ ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒരൊറ്റ പാർട്ടിനാണ് കേട്ടോ, ഈ ഒരു പാർട്ടിനാണ് ഞാൻ കൊടുത്തത്.
മുമ്പത്തെ അതായത് നല്ല കാറ്റടിക്കുന്നുണ്ട്. പാർട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം, ഫുള്ള് വീഡിയോയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതെല്ലാം നിങ്ങളുടെ എഡിറ്റിംഗ് അഭിരുചിക്ക് വേണ്ടി ചെയ്യാം. എന്താണ് ഓപ്ഷൻസ് ആണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എഫക്ട്സ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഈ ഒരു പാർട്ടിന് വേണം കൊടുക്കാം കേട്ടോ. ഈ ഒരു പാർട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എഫക്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ എഫക്ട്സ് ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് ഇവിടെ കൊടുക്കാൻ പറ്റും കേട്ടോ. ചെറിയ പാർട്ട് വേണം കട്ട് ചെയ്തിട്ട് അതിന് വേണമെങ്കിലും കൊടുക്കാം, എല്ലാ വീഡിയോയ്ക്കും കൊടുക്കണം എന്നൊന്നുമില്ല. അതൊക്കെ എഡിറ്റിംഗ് സ്കില്ല് നിങ്ങൾ തന്നെയാണ് വർദ്ധിപ്പിക്കേണ്ടത്. ടൂൾസ് എങ്ങനെയാണെന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു എഫക്ട്സ് ഇത്തരത്തിൽ കൊടുത്ത ശേഷം ഇവിടെ ഡൺ എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് എഫക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഫൈൽഡ് ആയിട്ടാണ്. നെറ്റ് ഓൺ ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. നെറ്റ് ഓൺ ആക്കിയ ശേഷം നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ നെറ്റ് ഓൺ ആക്കിയ ഒരുപാട് മെസ്സേജ് വരും, അതുകൊണ്ടാണ് നെറ്റ് ഓൺ ആക്കാത്തത്. കണ്ടോ, മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഡിസ്റ്റർബ് ആകേണ്ടത് കരുതിയിട്ടാണ്. എന്നിരുന്നാലും ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഓൺ ആക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത്തരത്തിൽ കൊടുത്ത ശേഷം ഈ ഒരു എഫക്ട്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. ഓക്കെ, ഡണ്ണ് കൊടുത്താൽ ഇവിടെ കണ്ടോ ഒന്നും കൂടി എഫക്ട്സ് സെലക്ട് ചെയ്യാണ്, ഇത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സൗണ്ട് ഇപ്പൊ നോർമലി നമുക്ക് എഫക്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള എഫക്ട്സുകൾ കൊടുക്കാം. കണ്ടോ, നെറ്റ് ഓൺ ആക്കിയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ നെറ്റ് ഓൺ ആക്കിയപ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് ക്യാൻസലേഷൻ കൊടുത്ത ശേഷം ഇവിടെ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അഡ്ജസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ്, അതുപോലെ തന്നെ ഇതിൽ ഓരോ ഇതാണ് നമ്മുടെ കളർ കോമ്പിനേഷൻ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് വൈറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ കണ്ടോ, ഇവിടെ നമുക്ക് ബാർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു വീഡിയോ എത്തരത്തിൽ വേണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ചെയ്ത ശേഷം ഡൺ എന്ന് കൊടുത്താലേ സേവ് ആവുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ ക്യാൻസലേഷൻ കൊടുക്കുന്നത് ടൂളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെയ്യണം, എന്നിട്ട് വേണം അത് ഡൺ കൊടുത്തിട്ടാണ് അത് സേവ് ആവുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്തത് സ്പീഡാണ്. സ്പീഡ് ഇപ്പോൾ ഷോർട്സിനൊക്കെ സ്പീഡ് വേണമെങ്കിൽ നമുക്ക് ഷോർട്സ് വീഡിയോക്കൊക്കെ സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ കുറയും. ഇവിടെ ഞാനിവിടെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഇത്തിരി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, സ്പീഡ് കൂട്ടുക, ഈ പുള്ളീൻ്റെ ഇവിടെ നിന്ന് ബാക്കിലോട്ടാക്കിയ സ്പീഡ് കുറയുക, അങ്ങനെയാണ് കേട്ടോ. സ്ലോ ആവും, ഇത് സ്പീഡ് കൂടുകയാണ്, ഇവിടെ സ്ലോ ആവും കണ്ടോ, പതുക്കെ പോകും. കാറ്റടിക്കുന്ന കണ്ടോ ആ ഒരു സൗണ്ട് ഇവിടെ കണ്ടോ, കൂടുതലാണ് സ്പീഡിൽ കണ്ടോ. ഓക്കെ, അപ്പൊ ഈ സ്പീഡ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത ശേഷം ഡണ്ണ് കൊടുക്കുക, എന്നാലേ സേവ് ആവുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ ചെയ്ത ശേഷം സ്പീഡിന്റെ ഓപ്ഷൻ. ഓക്കെ, ഇനി വോള്യം എന്താ, നമ്മുടെ വീഡിയോയുടെ വോള്യം കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ്, അത് എല്ലാവർക്കും അറിയാം. ഇനി അതിന്റെ അടുത്ത് തന്നെ ഓഡിയോ ക്ലീനപ്പ്, അത് ഞാൻ ഇപ്പോൾ ചെയ്തല്ലോ. ഓഡിയോ ക്ലീനപ്പ് ആണ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നത്, നോയിസ് ക്യാൻസലേഷൻ്റെയാണ്. ഇനി അടുത്തതാണ് റൊട്ടേറ്റ് എന്നുള്ളത്. റൊട്ടേറ്റ് വീഡിയോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ കണ്ടോ, ഇത്തരത്തിൽ തിരിച്ചും മറിച്ചൊക്കെ വരുന്നുണ്ടോ. ഇത് റൊട്ടേറ്റിന്റെ ആവശ്യമില്ല, അത് എക്സ്ട്രാ ലെയറൊക്കെ വെക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ റീപ്ലേസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറി പോവും, അങ്ങനെയാണ്, അത് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ റീ അറേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പാർട്ടാണ്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു പാർട്ടും കൂടി ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1-2 പാർട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റീ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് റീ അറേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് പാർട്ടിനെ എനിക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഇത് ക്ലിക്കാക്കി പിടിക്കണം, അതായത് അമർത്തി പിടിക്കണം. അമർത്തി പിടിച്ചിട്ട് വേണം ഇത് ഏത് ഭാഗത്താണ്, സെൻറ്ററിൽ വെക്കണോ, ഏറ്റവും ലാസ്റ്റ് ഫസ്റ്റ് കൊണ്ട് വെക്കണോ, എവിടെ വെക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഏത് പാർട്ട് വേണമെങ്കിൽ നമ്മൾ സ്പ്ലിറ്റാക്കി വെച്ചിരിക്കണം. സ്പ്ലിറ്റ് ചെയ്ത് വെച്ച പാർട്ടുകളെ ഇത്തരത്തിൽ നീക്കം ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലാക്കുക. ഇത് അടിപൊളിയാണ്. ഏത് പാർട്ടാണ് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത ശേഷം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം. പിന്നെ ഡിലീറ്റ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അടുത്തൊരു പാർട്ട് അപ്പുറത്ത് വരുന്നതായിരിക്കും. ഓക്കെ, ലെയർ ആയിട്ടല്ലേ വരിക, അതായത് ഒരു പാർട്ടിന്റെ താഴെ തന്നെ ലെയർ ആയിട്ട് കൊടുക്കണ പോലെയല്ല വരിക, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് തന്നെയാണ് വരിക കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ഫീച്ചർ കഴിഞ്ഞു. ഇനി നമ്മൾ എഡിറ്റിംഗ് ഫീച്ചറാണ്. എഡിറ്റിംഗ് ഫീച്ചറിൽ നമുക്ക് വരുന്നത് ഇപ്പോൾ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ,
ഇവിടെ ഓവർലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഇപ്പൊ സൈഡിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ, ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത് ഓവർലേയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഗാലറിയിലേക്ക് പോയും ഒരു പാർട്ട് നമുക്ക് ഇത്തരത്തിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു പാർട്ട് വെക്കുകയാണ്. ഓക്കെ, ചെറിയൊരു പാർട്ട് 9 സെക്കൻഡിന്റെ വെക്കാം കേട്ടോ. ഇമ്പോർട്ട് ചെയ്ത ശേഷം എനിക്ക് ഈ വീഡിയോയുടെ സൈഡിൽ ഇത്തരത്തിൽ വെക്കാൻ പറ്റും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന്. നമ്മൾ റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇത്തരത്തിൽ ഇതിനെ പിടിച്ച് സൂം ആക്കാം, സൂം ഡൗൺ ആക്കാം, ചെറുതാക്കാം, വലുതാക്കാം കേട്ടോ. എത്തരത്തിൽ വേണം വെക്കാം, ഇവിടെയൊക്കെ വെക്കാം. ഓക്കെ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഓക്കെ അത് പറ്റും. അടിപൊളിയായിട്ട് ഇത്തരത്തിൽ എവിടെ വേണം വെക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് ഫേസ് ഇവിടെയാണെങ്കിൽ ഇത്തരത്തിൽ വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പൊ ഈ ഒരു ഓവർലേ വന്നിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓവർലേയുടെ സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യേണ്ടത്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ സൗണ്ടിന്റെ ഓപ്ഷൻ ഉണ്ടാവും കണ്ടോ, വോളിയം. അത് ഇത്തരത്തിൽ കുറച്ച് കഴിഞ്ഞാൽ അത് വരുന്നതല്ല. ഓക്കെ, ഇതും കൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ 2 സൗണ്ടും കൂടി മിക്സ് ആവും. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതിനാണ് അത് പറഞ്ഞത്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഡിലീറ്റും ചെയ്യാം. ഇനി അടുത്ത ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റിൽ പിന്നെ ഇഷ്ടം പോലെ അടിപൊളി കളർ ടെക്സ്റ്റ് ഒക്കെയാണ്. ഓക്കെ, ഇവിടെ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ഇത്തരത്തിൽ വന്നു. ഈ ടെക്സ്റ്റിന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ടെക്സ്റ്റിൽ ഇത് കണ്ടോ, ടെക്സ്റ്റ് എഫക്ട്സ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റുകൾ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യണം, എന്തെങ്കിലും ഒരു പേര് എൻ്റർ ചെയ്യണം. ഓക്കെ, ഇത് കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് ഡൺ കൊടുക്കുക. ഓക്കെ, ഡൺ കൊടുത്ത ശേഷം ഇതിനെ നമുക്ക് ചെറുതാക്കാം, വലുതാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു 2 വിരൽ ഉപയോഗിച്ച് മാത്രം നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇത് വീഡിയോയുടെ അറ്റം വരെ വേണമെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഈ ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ സ്റ്റിക്കേഴ്സ് ആണ്. സ്റ്റിക്കേഴ്സ് നമുക്ക് ഇവിടെ ഒരുപാടുണ്ട്, ഒട്ടനവധി. ഇപ്പൊ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ തെരഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനടി ഇവിടെ വരുന്നതായിരിക്കും. ഇത്തരത്തിൽ സൂം ഡൗൺ ആക്കുക, കുറയ്ക്കുക, എന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേണ്ട, ഇവിടെ സൈഡിലൊക്കെ വെക്കാൻ പറ്റും. അത് അഥവാ ഏറ്റവും ചെറുതായ വിരൽ കൊണ്ട് വരുന്നില്ലെങ്കിൽ ഏറ്റവും മുകളിൽ അൺടു ഉണ്ട്. ഓക്കെ, അൺടു ക്ലിക്ക് ചെയ്താൽ ഉടനടി അത് വലുതാവുന്നതായിരിക്കും. ഓക്കെ, വലുത് ആയില്ലെങ്കിൽ കുറച്ച് നേരം ക്ലിക്ക് ചെയ്യുക, 2-3 ട്രിപ്പ്. ഓക്കെ, അത്തരത്തിൽ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഇത്തരത്തിൽ വെക്കാൻ പറ്റും. ഓക്കെ, അതാണ് സ്റ്റിക്കേഴ്സിന്റെ കേട്ടോ. സ്റ്റിക്കേഴ്സിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തതാണ് സൗണ്ട്സ് എന്നുള്ള എഫക്ട്സ്. നമുക്ക് മ്യൂസിക്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, മ്യൂസിക്കുകളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക് തന്നെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇതിൽ ഒരുപാട് മ്യൂസിക് വരും. ഇത് കേട്ടുകൊണ്ട് തന്നെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ആവുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സൗണ്ടിന് വളരെ അധികം എളുപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ വരുന്നത് വോയിസ് ഓവർ ആണ്. വോയിസ് ഓവറിലാണ് നമ്മൾ വോയിസ് ഓവർ ഇതിൽ അമർത്തി പിടിക്കണം കേട്ടോ. ഇതിൽ ഈ റെഡിൽ അമർത്തി പിടിച്ചിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ ആഡ് ആവുന്നതായിരിക്കും. അത് നമ്മുടെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന് ഉപകാരമാവും. ഓക്കെ, അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. ഓക്കെ, ഇനി അതിന്റെ അടുത്ത് തന്നെ ക്യാപ്ഷൻ നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള ക്യാപ്ഷൻ. നമ്മൾ ഒരു മലയാളത്തിലെ പറയുന്നുണ്ട് വെച്ചാൽ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ക്യാപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ക്യാപ്ഷൻസ്. അപ്പൊ ഈ ഒരു ഒട്ടനവധി ഫീച്ചർ അടങ്ങിയിട്ടുള്ള ഈ ഒരു എഡിറ്റിംഗ് ആപ്പ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരമാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നോയ്സ് ക്യാൻസലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, വീഡിയോ എഫക്ട്സുകൾ പറഞ്ഞു തന്നു. അതുപോലെ ഈ സൗണ്ട് ഇല്ലാത്ത ഭാഗം നോക്കിയിട്ട് ഇത്തരത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എഡിറ്റിംഗ് എളുപ്പമാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ട, എക്സ്പോർട്ട് എന്നുള്ള ഈ ഒരു ചിഹ്നമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 1080 വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 720 വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഹൈ ആണെങ്കിൽ എടുക്കാം, 720 എടുത്താലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഹൈ റെസൊല്യൂഷൻ തന്നെ എടുക്കാം. ഓക്കെ, ക്വാളിറ്റി നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എന്നതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. എക്സ്പോർട്ട് ആയ ശേഷം അത് നമ്മുടെ ഗാലറിയിൽ കിടക്കുന്നതായിരിക്കും. നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടോ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഈ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനലിലോട്ട്. ഓക്കെ, വളരെ അടിപൊളി ആപ്ലിക്കേഷനാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഷെയർ ചെയ്യുക. അവരും അറിയട്ടെ ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതെല്ലാം അവരറിയട്ടെ. ഈ വീഡിയോ ഉപകാരമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലെ നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.